കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും നേതാക്കൾ തമ്മിലുള്ള പോരും അവസാനിക്കുന്നില്ല. ഇപ്പോഴിതാ ഒരു കോൺഗ്രസ് നേതാവ് കൂടി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്. തുടരെയുള്ള കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ ഇപ്പോൾ ഒരു നേതാവിനെ പാർട്ടി തന്നെ പുറത്താക്കിയിരിക്കുകയാണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്ന ആരോപണം ഉണ്ടാവുകയും അത് തെളിയിക്കുകയും ചെയ്തതിനാലാണ് നേതാവിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. KPCC അംഗമായ KV സുബ്രഹ്മണ്യനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഈ നടപടി. തനിക്കെതിരായ നടപടി ഗൂഢാലോചനയാണെന്നും ചിലരുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് KPCC പ്രസിഡന്റിന്റെ തീരുമാനമെന്നുമാണ് KV സുബ്രഹ്മണ്യൻ ആരോപിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ KV സുബ്രഹ്മണ്യൻ പ്രവർത്തിച്ചെന്ന് ആരോപണമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന KPCC നേതൃയോഗത്തിൽ MK രാഘവൻ സുബ്രഹ്മണ്യനെതിരെ പരാതി ഉന്നയിച്ചിരുന്നു. തുടർന്ന് DCC അന്വേഷണം നടത്തി. ശേഷം അന്വേഷണ റിപ്പോർട്ട് KPCCയിലേക്ക് കൈമാറുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് KV സുബ്രഹ്മണ്യത്തിനെതിരെ നടപടിയെടുത്തത്. നേരത്തെ പാർട്ടിയിൽ നിന്ന് നടപടിക്ക് വിധേയനായ ചേവായൂർ ബാങ്ക് ഭരണസമിതി അധ്യക്ഷൻ പ്രശാന്തിനൊപ്പം വാർത്താസമ്മേളനം നടത്തിയതിനാണ് കടുത്ത അച്ചടക്ക ലംഘനം കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാർത്താസമ്മേളനം വിളിച്ച് KV സുബ്രഹ്മണ്യൻ രാജി പ്രഖ്യാപിച്ചിരുന്നു. ഇതും നേതൃത്വം അംഗീകരിച്ചു. അതേസമയം KPCC അധ്യക്ഷൻ, കോഴിക്കോട് DCC പ്രസിഡന്റ് എന്നിവർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് തനിക്കെതിരായ നടപടിയെന്നാണ് KV സുബ്രഹ്മണ്യൻ ആരോപിക്കുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ചേർന്ന KPCC നേതൃയോഗത്തിലായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് MK രാഘവൻ തുറന്നു പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാർത്താസമ്മേളനം നടത്തി രാജി പ്രഖ്യാപിച്ച സുബ്രഹ്മണ്യന്റെ നടപടി പ്രതികൂലമായി ബാധിച്ചുവെന്നായിരുന്നു MK രാഘവന്റെ പരാതി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടറാണ് സുബ്രഹ്മണ്യൻ. കോൺഗ്രസ് ഭരണസമിതിയാണ് ഈ ബാങ്ക് ഭരിക്കുന്നത്. കുറച്ചു വർഷമായി ഭരണസമിതിയും കോൺഗ്രസും തമ്മിൽ അകൽച്ചയിലാണ്. സഹകരണ മന്ത്രി VN വാസവൻ കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ നടത്തിയ ചർച്ചയിൽ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ പ്രശാന്ത് പങ്കെടുത്തിരുന്നു. ഇതിനു പിന്നാലെ പ്രശാന്തിനെ കോൺഗ്രസ് പുറത്താക്കി. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രശാന്തിന് പിന്തുണയുമായി KV സുബ്രഹ്മണ്യൻ രംഗത്ത് വരികയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ചേർന്ന KPCC യോഗത്തിലായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് MK രാഘവൻ പറഞ്ഞത്. തിരഞ്ഞെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ KV സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 53 പേർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു നടത്തിയ വാർത്താസമ്മേളനം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതായി MK രാഘവൻ പറഞ്ഞു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു രാജിയിലേക്ക് നയിച്ചതെങ്കിലും ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാവിൻ്റെ പിന്തുണയുള്ള സംഘമാണിതെന്ന വിമർശനമുയർന്നിരുന്നു. ഈ സംഘത്തിൻ്റെ തായ്വേരറുക്കണമെന്നും രാഘവൻ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കോൺഗ്രസ് നേതാവ് KV സുബ്രഹ്മണ്യൻ പറഞ്ഞു. KPCC അധ്യക്ഷൻ K സുധാകരൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. വിശ്വസ്തൻ ജയന്ത് പറയുന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ജയന്ത് ചെയ്യുന്ന പ്രവർത്തനം കോൺഗ്രസിന്റെ നാശത്തിനാണെന്നും സുബ്രഹ്മണ്യം കടന്നാക്രമിച്ചു. കോൺഗ്രസുകാരനായി തന്നെ തുടരുമെന്നും ആരുടെയും പെട്ടിപിടിക്കാൻ തന്നെ കിട്ടില്ലെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്നും എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി താൻ പ്രവർത്തിച്ചില്ലെന്നും KV സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി. ഇത് ഒരു ഗൂഢാലോചനയുടെ ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ്. KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് 5 ദിവസം കൊണ്ട് തീർക്കണമെന്ന് 8 മാസം മുമ്പ് പറഞ്ഞ തീരുമാനം അത് തീർക്കാതെ ട്രേ ചെയ്ത് കൊണ്ടുവന്ന് ഡിസംബർ 31 വരെ കൊണ്ടുപോയതിൻ്റെ പ്രധാന കാരണക്കാരൻ പ്രവീൺകുമാറാണ്, DCC പ്രസിഡന്റാണ്. DCC പ്രസിഡന്റിൻ്റെ തെറ്റായ കീഴ്വഴക്കത്തിൻ്റെ കാരണക്കാരനായിരിക്കുന്നത് KPCC പ്രസിഡന്റിനെ
ഇവിടുത്തെ കോൺഗ്രസ്സിന്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അപജയമുണ്ടാകുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് വരെ കേട്ടിട്ടില്ല ഒരു അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന് വന്ന കെ പി സി സിൻ്റെ ചരിത്രത്തിലില്ല. എന്നാൽ കെ പി സി പ്രസിഡൻറ്റിന് ഒരു അറ്റാച്ച്ഡ് സെക്രട്ടറി ഉണ്ട്. അത് വേറെ ആരുമല്ല, അഡ്വക്കേറ്റ് ജയന്താണ്. ജയന്ത് പറയുന്ന കാര്യങ്ങൾ, ജയന്തിന് ഇവിടെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കണം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ജയന്തിൻ്റെ പ്രവർത്തനമില്ലാതെ ജീൻസും പാൻറ്റും ഇട്ട് നടന്നിരുന്ന അദ്ദേഹം ഇപ്പോൾ ഈ സുധാരം വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു അപ്രമാണിത്വം ഇതിൻ്റെ കാരണമാകുകയും അദ്ദേഹത്തിനൊരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ആരൊക്കെ എതിർക്കുന്നുണ്ടോ അവർക്കൊക്കെ എതിരായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്ന സമീപനമാണ് ജയന്തിൻ്റെ ഭാഗത്ത്. ജയന്ത് ചെയ്യുന്ന പ്രവർത്തനം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മൊത്തം നാശമുണ്ടാകുന്ന പ്രവർത്തനമാണ് ജയന്തി ചെയ്യുന്നത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന ബാലിശമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ രാജ്യത്തെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് കിട്ടേണ്ടുന്ന പല ആനുകൂല്യങ്ങളും അവരുടെ പണത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു മൂവർ സംഘം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണത്. ഇത് ഭാവിയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. ഞാൻ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഇത് പ്രവീൺ കുമാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി, ജയന്തിൻ്റെ പ്രേരണ ഫലമായി, അതിൻ്റെ വഴിയായി കെ സുധാകരൻ്റെ നടപടി എടുപ്പിച്ചുകൊണ്ട് എടുക്കുന്ന നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും.